കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സബ് ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിസെപ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ധർണ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെന്റിലേറ്ററിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ, പുരാതനമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ, പ്രസിദ്ധമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയ ഒരു പാവപ്പെട്ട തലയെടുപ്പും സദൃശ ബിന്ദു എന്ന ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, അവരെ കൂട്ടിരിപ്പുകാർ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിച്ച ഒരു ദുരന്തം ഞാൻ നിങ്ങളും കാണുകയുണ്ടായി. ബിന്ദു മരണപ്പെട്ട കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിച്ചതിന് മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയും കൂടെ ചേർന്ന് പത്രസമ്മേളനം നടത്തി. ആ പാവപ്പെട്ട ബിന്ദു എന്ന പെൺകുട്ടി, ആ സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്ന ആ കൂനയിൽ നിന്നുകൊണ്ട് ഈ അപകടത്തിൽ ആരും ഒരു അപകടം ഉണ്ടായിട്ടില്ല, ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന, ആളപായം ഉണ്ടായില്ല എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രിയാണ് കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോൺ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ കെ സദാനന്ദൻ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സമിതി അംഗം ബി റോബർട്ട് മുഖ്യപ്രഭാഷണം നടത്തി. കെ എ നാസർ, അബു ഉബൈദത്ത്, വി എസ് സുഗതൻ, കെ ആർ രഘു, മേഴ്സി വർക്കി, ജി രാധ, ഒ എ റഷീദ്, റെജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. എ വി ഗിരിജ കൃതജ്ഞതയും അർപ്പിച്ചു.